Welcome to Ernest Academy. Ernest Academy പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. So we'll start from different types of milling cutters. So milling cutters-നകത്ത് അടുത്ത വരുന്നത് എന്ന് പറയുന്നത് ആംഗുലാർ മില്ലിംഗ് കട്ടർ ആണ്. ആംഗുലാർ മില്ലിംഗ് കട്ടർ ആ പേരിനകത്തുനിന്ന് തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ഈ മില്ലിംഗ് കട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഡയഗ്രാം ഒന്ന് ഓർത്തിരുന്നാലും നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്താണ് ആംഗുലാർ മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത്. So these cutters have teeth on the periphery and the cutting edges are placed on the conical surface. ഒരു കോണിക്കൽ സർഫസ് നേരത്തെ ഇതുവരെ നമ്മൾ പറഞ്ഞതിനകത്ത് എല്ലാം ഒരു സിലിണ്ട്രിക്കൽ സർഫസിന്റെ പെരിഫറിയിൽ സൈഡിൽ എൻഡ് ഫേസിൽ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ കട്ടിങ് എഡ്ജസ് കൊടുത്തിരുന്നത്. ഇവിടെ പക്ഷേ ഒരു കോണിക്കൽ സ്ട്രക്ചറിന്റെ പെരിഫറിയിലാണ് എന്ത് ചെയ്യുന്നത് ടീത്ത് കൊടുത്തിരിക്കുന്നത്, ഒരു ടേപ്പേഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിന്റെ പുറത്ത്. ആംഗുലാർ കട്ടേഴ്സ് ഹാവ് ടീത്ത് ദാറ്റ് ആർ നെയ്തർ പാരലൽ നോർ പെർപെൻഡിക്കുലർ ടു ദ കട്ടിംഗ് ആക്സിസ്. സോ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ കട്ടിംഗ് ആക്സിസിന് പാരലും അല്ല പെർപെൻഡിക്കുലറും അല്ല, ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. സോ ഇതിനകത്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിന്റെ ആക്സിസ് എന്ന് പറയുന്നത്, ഇതിന്റെ ആക്സിസ് ഇതാണ്. സോ ഈ ആക്സിസും കട്ടിംഗ് എഡ്ജസുമായിട്ട് നോക്കുവാണെങ്കിൽ അത് പാരലോ പെർപെൻഡിക്കുലർ അല്ല, അത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെയുള്ള മില്ലിംഗ് കട്ടേഴ്സിന് പറയുന്ന പേരാണ് എന്ത്, ആംഗുലാർ മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത്. ആംഗുലാർ മില്ലിംഗ് കട്ടേഴ്സ്. ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത്, താഴെ കൊടുത്തിരിക്കുന്നത് ആംഗുലാർ മില്ലിംഗ് കട്ടർ തന്നെയാണ്. അത് കട്ടിംഗ് ആംഗിൾ തിരിച്ചു കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. ഇത് അങ്ങോട്ടാണ് ഡയറക്ഷൻ എങ്കിൽ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ദെൻ ആംഗുലാർ മില്ലിംഗ് കട്ടേഴ്സ് ആർ മെയ്ഡ് വിത്ത് എ ഹോൾ ഫോർ യൂസിങ് ഫോർ ഹൊറിസോണ്ടൽ മില്ലിംഗ്. ഓക്കെ, ഇതിനകത്ത് ഈ മില്ലിംഗ് കട്ടേഴ്സ് നമുക്ക് കട്ടർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ കട്ടറിനകത്ത് ഇതിന്റെ സെന്ററിൽ നമുക്കൊരു ഹോള് കാണാം. എല്ലാ കേസിലും അല്ല, ചില കേസിൽ ഒരു ഹോള് കാണാം. ഈ ഹോള് കൊടുക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനകത്തേക്ക് അതിന്റെ ആർബർ ഉണ്ടല്ലോ, ആ ആർബറിന്റെ പോർഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഹോള് കൊടുക്കുന്നത്. സോ ആ സ്പിൻഡിലിൽ നിന്ന് കണക്ട് ചെയ്ത് വരുന്ന ആർബറിൽ നമുക്ക് ഈ മില്ലിംഗ് കട്ടർ മാത്രമായിട്ട് ഹോൾഡ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീനകത്ത് നമുക്ക് ഡ്രിൽ ബിറ്റ് ഒക്കെ ഇടുന്നതിന്റെ കൂട്ട് തന്നെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിത്ത് ഷാങ്ക് വരാറുണ്ട്. അതാണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്, വിത്ത് ഷാങ്ക് ആണ്. സോ വിത്ത് ഒരു ഷാഫ്റ്റ് അതിന്റെ കൂടെ തന്നെ, കട്ടറിന്റെ കൂടെ തന്നെ ഒരു ഷാഫ്റ്റ് കൂടെ വരുന്ന രീതിയിൽ വെക്കും. സോ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ ഈ വിത്ത് ഷാങ്ക് ഉള്ളതാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഹൊറിസോണ്ടൽ മില്ലിംഗ് കട്ടറിൽ ചിലപ്പോൾ നമ്മൾ ഈ ആർബർ മാറ്റിയിട്ട് ഈ ഷാങ്ക് ഉള്ളത് തന്നെ ഹോൾഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആർബറിനകത്തേക്ക് ഈ ഹോള് അതിനകത്തോട്ട് ഇൻസെർട്ട് ചെയ്തിട്ടും ചെയ്യാറുണ്ട്. സോ ആംഗുലാർ മില്ലിംഗ് കട്ടേഴ്സ് ആർ മെയ്ഡ് വിത്ത് എ ഹോൾ ഫോർ യൂസിങ് ഫോർ ഹൊറിസോണ്ടൽ മില്ലിംഗ് ഓർ വിത്ത് എ ഷാങ്ക് വെച്ചിട്ടുള്ളത് ഉണ്ടാകും. ഇനി ഈ ആംഗുലാർ മില്ലിംഗ് കട്ടറിനകത്ത് തന്നെ വരുന്നതാണ് സിംഗിൾ ആംഗിൾ മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത്. സിംഗിൾ ആംഗിൾ മില്ലിംഗ് കട്ടർ. ദീസ് കട്ടേഴ്സ് ഹാവ് ടീത്ത് ഓൺ ദ ആംഗുലാർ സർഫസ് ആൻഡ് മേ ഓർ മേ നോട്ട് ഹാവ് ടീത്ത് ഓൺ ദ ഫ്ലാറ്റ് സൈഡ്. ഇവിടെ നമുക്കത് ഈ ആംഗുലാർ സർഫസിൽ, ഇങ്ങനെ കോണിക്കൽ സർഫസിൽ ഇവിടെ മാത്രമേ നമുക്ക് എന്ത് കാണത്തുള്ളൂ, ഇവിടെ മാത്രമേ നമുക്ക് ടീത്ത് കാണത്തുള്ളൂ. ഇതിന്റെ ഈ ഫ്ലാറ്റ് സർഫസ്, ഇവിടെ വരുന്ന ഈ ഫ്ലാറ്റ് സർഫസ് ഉണ്ടല്ലോ, അവിടെ ടീത്ത് ഒന്നും കാണില്ല. അതുപോലെ ഒറ്റ ആംഗിൾ ആയിരിക്കും കാണുന്നത്. ഇനി അടുത്ത നിങ്ങൾക്ക് ഡബിൾ ആംഗിളൂടെ പറയുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും സിംഗിൾ ആംഗിൾ കൊണ്ട് മീൻ ചെയ്ത് എന്താണെന്ന്. ഇവിടെ ഒറ്റ ആംഗിളിലായിരിക്കും ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. ഏത് ടീത്ത് എടുത്താലും നമ്മളിങ്ങനെ ഈ ആക്സിസിലേക്ക് പ്രൊജക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ടായിരിക്കും. ഇവിടെ ആ മേക്ക് ചെയ്യുന്ന ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ കട്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നോർമലി ഈ ആംഗിൾ വരുന്നത് 45 to 60 ഡിഗ്രി ഒക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ 55 ഡിഗ്രി ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. 45, 55, 60 ഈ റേഞ്ചിലൊക്കെയാണ് നമ്മൾ ആംഗിൾസ് യൂസ് ചെയ്യുന്നത്. സോ ദ ആംഗിൾ ബിറ്റ്വീൻ ഫ്ലാറ്റ് ഫേസ് ആൻഡ് ദ ആംഗുലാർ ഫേസ്, ഡെസിഗ്നേറ്റ് കട്ടർ. നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എപ്പോഴും ഈ ആംഗിൾ യൂസ് ചെയ്തിട്ടായിരിക്കും. ഒരു മില്ലിംഗ് കട്ടറിന്റെ അതിന്റെ ഡെസിഗ്നേഷൻ നോക്കുവാണെങ്കിൽ ഒന്ന് അതിന്റെ ഡയമീറ്റർ കാണും, ഇതിന്റെ മില്ലിംഗ് കട്ടറിന്റെ ഡയമീറ്റർ എത്രയാണെന്നുള്ളത് കാണും. അതിന്റെ കൂടെ തന്നെ കാണുന്നതാണ് ആംഗുലാർ മില്ലിംഗ് കട്ടർ ആണെങ്കിൽ അതിന്റെ ആംഗിൾ എത്രയാണെന്ന് കൃത്യമായിട്ട് ആ മില്ലിംഗ് കട്ടറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കും. പിന്നെ ഒരു ടൈപ്പും കൂടെ, ഒരു മില്ലിംഗ് കട്ടർ എടുത്തു കഴിഞ്ഞാൽ അത് N ആണോ S ആണോ H ആണോ എന്നുള്ള ഒരു ടൈപ്പ് എന്താണെന്നുള്ളത് നമ്മളൊരു സ്ലൈഡിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, അവിടെ ഒന്നുകൂടെ പറയാം. സോ അതും N, S, H ഈ ലെറ്റേഴ്സ് അവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും മില്ലിംഗ് കട്ടറിനകത്ത്. സോ ടൈപ്പ് കാണും, അതിന്റെ ഡയമീറ്റർ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുപോലെ ആംഗിൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ദേ മേ ബി ഓഫ് ഷെൽ ഓർ ഷാങ്ക് ടൈപ്പ്. ഇത് നേരത്തെ പറഞ്ഞതിന്റെ കൂട്ടാണ് ആംഗുലാർ മില്ലിംഗ് കട്ടറിന്റെ ആ കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞതാണ്. ഇത് ഷെൽ എന്ന് പറയുന്നത് സെന്ററിൽ ഹോൾ ഉള്ളതിനെയാണ് ഷെൽ ടൈപ്പ് എന്ന് പറയുന്നത്, നടുക്ക് ഹോൾ ഉള്ളത്. അതാണ് നമ്മൾ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനകത്ത് ആർബറിനകത്തോട്ട് വെക്കുക എന്ന് പറഞ്ഞത്. ഓർ ഷാങ്ക് ടൈപ്പ്, ഒരു ഷാഫ്റ്റ് ഉള്ള രീതിയിലുള്ളതും വരാറുണ്ട്. ഓക്കെ, ദേ മേ ബി ഓഫ് ഷെൽ ഓർ ഷാങ്ക് ടൈപ്പ്. ദെൻ സിംഗിൾ ആംഗിൾ മില്ലിംഗ് കട്ടേഴ്സ് യൂസ് ടു കട്ട് ഡോവ്ടെയിൽ ഗൈഡ് വേസ്. നോക്കെ, നമുക്കൊരു ഡോവ്ടെയിൽ ഗൈഡ് വേസ് എന്ന് പറയുന്നത് നമ്മൾ വർക്കിംഗ് ടേബിളിനകത്ത് കാണാറുള്ളതാണ്. ഈ രീതിയിൽ ഒരു സ്ലോട്ട് നമുക്ക് കട്ട് ചെയ്യണമെന്ന് വെച്ചു, ഇങ്ങനെ കട്ട് ചെയ്യണം, ഒരു ഗേറ്റ് വേ ഇങ്ങനെ കട്ട് ചെയ്യണം. ഈ ഗേറ്റ് വേ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിംഗിൾ ആംഗിൾ മില്ലിംഗ് കട്ടർ യൂസ് ചെയ്യാം. ഇവിടെ അത് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് ഒരു വെർട്ടിക്കൽ മില്ലിംഗ് മെഷീനകത്ത് ഒരു ഷാങ്ക് ഉള്ള
ഒരു സിംഗിൾ ആംഗിൾ കട്ടർ എടുത്തിട്ടുണ്ട്. സോ ഈ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്? ഇതുപോലൊരു ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്. ഒരു ഡോവ് ടെയിൽ ജോയിന്റ് എന്ന് പറഞ്ഞിട്ട് പണ്ട് കാർപ്പൻറ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഡോവ് ടെയിൽ ജോയിന്റ്. സോ ഇതിനെ ഈ ഷേപ്പിൽ കട്ട് ചെയ്യുന്നതിനാണ് ഡോവ് ടെയിൽ എന്ന് പറയുന്നത്. സോ ഡോവ് ടെയിൽ ഷേപ്പിലുള്ള ഗേറ്റ് വേസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സിംഗിൾ ആംഗിൾ മില്ലിംഗ് കട്ടർ ആണ്. ഓർത്ത് വെച്ചോളെ, സിംഗിൾ ആംഗിൾ മില്ലിംഗ് കട്ടറിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഡോവ് ടെയിൽ ഗേറ്റ് വേസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. അടുത്തത് ഈക്വൽ ആംഗിൾ മില്ലിംഗ് കട്ടേഴ്സ്. ഈക്വൽ ആംഗിൾ മില്ലിംഗ് കട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡയഗ്രത്തിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം, രണ്ട് സൈഡിലേക്കും ആംഗിൾസ് കാണും, രണ്ട് ഡയറക്ഷനിലും ആംഗിൾസ് കാണും. അതിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്? ഈക്വൽ ആംഗിൾ മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത്. ഈക്വൽ ആംഗിൾ മില്ലിംഗ് കട്ടർ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി രണ്ട് ആംഗിൾ ഈക്വലും കൂടെ ആയിരിക്കും. സോ ഈക്വൽ അല്ലാത്ത ലാസ്റ്റ് സെന്റൻസിൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഈക്വൽ ആംഗിൾ മില്ലിംഗ് കട്ടർ മീൻസ് ദീസ് കട്ടേഴ്സ് ഹാവ് ടു ഇന്റർസെക്റ്റിംഗ് ആംഗുലാർ സർഫസ്. രണ്ട് സർഫസ് കാണും. നേരത്തെ നമുക്ക് ഒരൊറ്റ സർഫസ്, ഒരു കോണിക്കൽ സർഫസിൽ ഒരു പർട്ടിക്കുലർ ആംഗിൾ മാത്രമായിരുന്നെങ്കിൽ ഇവിടെ ഇന്റർസെക്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് കോണിക്കൽ സർഫസുകൾ കാണും. ഇന്റർസെക്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് കോണിക്കൽ സർഫസ് ഇങ്ങനെ രണ്ട് ഡയറക്ഷനിൽ. ഈ രണ്ട് സർഫസിലും എന്തുണ്ട്? ടീത്ത് കട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് സർഫസിലും ടീത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്? ഈക്വൽ ആംഗിൾ മില്ലിംഗ് കട്ടേഴ്സ്. ആൻഡ് ഡെഫിനറ്റ്ലി ആ ആംഗിൾ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം. ദീസ് കട്ടേഴ്സ് ഹാവ് ടു ഇന്റർസെക്റ്റിംഗ് ആംഗുലാർ സർഫസ് വിത്ത് കട്ടിംഗ് ടൂത്ത് ഓൺ ബോത്ത് സൈഡ്. ദീസ് കട്ടേഴ്സ് ഹാവ് ഈക്വൽ ആംഗിൾസ് ഓൺ ബോത്ത് സൈഡ്. ജനറലി നമുക്ക് ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? സെയിം ആയിരിക്കും വരുന്നത്. അങ്ങോട്ടുള്ള ആംഗിളും ഇങ്ങോട്ടുള്ള ആംഗിളും രണ്ടും സെയിം ആയിരിക്കും വരുന്നത്. എന്റെ വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്, എന്റെ സൈഡ് വ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, എന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദേ ആർ ഡെസിഗ്നേറ്റഡ് ആസ് പെർ ദ ഇൻക്ലൂഡഡ് ആംഗിൾ സച്ച് ആസ് 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. നമുക്ക് സിംഗിൾ ആക്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആംഗിൾ 90 ഡിഗ്രി വരത്തില്ല. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് തമ്മിലുള്ള ആംഗിൾ ആണ്. ഇത് തമ്മിലുള്ള ആംഗിളിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻക്ലൂഡഡ് ആംഗിൾ ആണ് 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്ന് പറഞ്ഞത്. സോ പെർപെൻഡിക്കുലർ ആകാം, അല്ലെങ്കിൽ 45 ഡിഗ്രി ഇൻക്ലിനേഷൻ വരാം, അല്ലെങ്കിൽ 60 ഡിഗ്രി ഇൻക്ലിനേഷൻ വരാം. ആൻഡ് ഡബിൾ ആംഗിൾ കട്ടേഴ്സ് ഹാവ് ടു കട്ടിംഗ് എഡ്ജസ്. നമുക്ക് നേരത്തെ സിംഗിൾ ആംഗിൾ മില്ലിംഗ് കട്ടേഴ്സിനകത്ത് ഒരു കട്ടിംഗ് എഡ്ജ് മാത്രമേ എഴുതുള്ളൂ, ഒരു ഡയറക്ഷനുള്ള കട്ടിംഗ് എഡ്ജ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഡബിൾ ആംഗിൾ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? രണ്ട് കട്ടിംഗ് എഡ്ജസ് വരും. രണ്ട് കട്ടിംഗ് എഡ്ജസ് വരും. If the angles are not equal, it is known as double unequal angle cutters. Okay, ഇത് നമുക്ക് ഈക്വൽ ആണെങ്കിൽ ജനറലി നമ്മൾ ഈക്വൽ ആംഗിൾ മില്ലിംഗ് കട്ടേഴ്സ് എന്ന് പറയും. പക്ഷെ ഈ രണ്ട് ആംഗിളും, ആ പ്രൊജക്ട് ചെയ്ത് വരുന്ന രണ്ട് ആംഗിളും, ഈ ആംഗിൾ എന്ന് ഉദ്ദേശിക്കുന്നത് വിത്ത് ആക്സിസ് ആണ്, ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. ഈ ആംഗിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ രണ്ട് ആംഗിളും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഡബിൾ അൺഈക്വൽ ആംഗിൾ കട്ടേഴ്സ് എന്ന് പറയും. ഡബിൾ അൺഈക്വൽ ആംഗിൾ കട്ടേഴ്സ്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, റീമേഴ്സും ടേപ്പറിങ്ങും റീമിങ്ങും ചെയ്തില്ലേ, സോ അതിന്റെ ടൂളിനകത്തെ ആ കട്ടിങ് എടുക്കാൻ വേണ്ടി. അതിനകത്ത് നമ്മൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഡ്രിൽ ബിറ്റിനകത്ത് കട്ടിങ് പോലെ ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലുള്ള കാണാൻ പറ്റും. അതിന് നമ്മൾ ഫ്ലൂട്ട് എന്നാണ് പറയുന്നത്. സോ ഈ ഫ്ലൂട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ടാപ്പിനകത്തും റീമേഴ്സിനകത്തും ഫ്ലൂട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഡബിൾ അൺഈക്വൽ ആംഗിൾ കട്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ആപ്ലിക്കേഷൻ ഒന്ന് ഓർത്തിരുന്നോണം. ഡബിൾ അൺഈക്വൽ ആംഗിൾ കട്ടർ യൂസ് ചെയ്യുന്ന എവിടെയാണെന്ന്, ഫ്ലൂട്ട്സ് ഇൻ ടാപ്പ് ആൻഡ് റീമേഴ്സ്. റീമേഴ്സിനകത്തെയും ടാപ്പിനകത്തെയും ഫ്ലൂട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് സ്ലിറ്റിംഗ് സോ. നമ്മൾ നോർമലി കാണുന്ന സോ പോലെ തന്നെയാണ് ഇത് വരുന്നത്. അത് മില്ലിംഗ് കട്ടറിന്റെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ നോർമലി ഉള്ള മില്ലിംഗ് കട്ടറിന്റെ തിക്നെസ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരുവാണെങ്കിൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ സോ. ഒരു ചെറിയൊരു കട്ടിംഗ് സോ പോലെ എന്ത് ചെയ്യും? അത് ആക്ട് ചെയ്യും. അതിനെയാണ് സ്ലിറ്റിംഗ് സോ എന്ന് പറയുന്നത്. മെയിൻലി ചെറിയ സ്ലിറ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്, ഒരു സാധനത്തിന്റെ ചെറിയ സ്ലിറ്റ് ഇടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ചെറിയ നാരോ ഗ്യാപ്പ് ഒരു സ്ലിറ്റ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. സോ അതിന്റെ ടീത്ത് എന്ന് പറയുന്നത് വളരെ അടുത്തടുത്തായിരിക്കും ടീത്ത് വരുന്നത്. നമ്പർ ഓഫ് ടീത്തിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും ഇതിൽ ഈ സ്ലിറ്റിംഗ് സോയിൽ. ഓക്കെ, സോ ഇറ്റ് ഈസ് ബേസിക്കലി എ തിൻ പ്ലെയിൻ മില്ലിംഗ് കട്ടർ വിത്ത് ലാർജ് നമ്പർ ഓഫ് ടീത്ത്. വളരെ തിന്നായിട്ടുള്ള ഒരു പ്ലെയിൻ മില്ലിംഗ് കട്ടറാണ്. നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പ്ലെയിൻ മില്ലിംഗ് കട്ടർ പോലെ തന്നെയാണ് വരുന്നത്. ആ പെരിഫറിയിലാണ് ഇതിന്റെ ടീത്ത് വരുന്നത്. പക്ഷേ ഇതിന്റെ തിക്നെസ് വളരെ കുറവായിരിക്കും. അതുപോലെ നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്നത് വളരെ ലാർജ് ആയിരിക്കും. ഓക്കെ, ലാർജ് നമ്പർ ഓഫ് ടീത്ത് കാണും. ഓക്കെ, സോ ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദ സൈഡ്സ് ഓഫ് ദ സോ ഫ്രം റബ്ബിങ്. ഓക്കെ, ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സോ വെച്ചിട്ട് നമ്മളൊരു വർക്ക് പീസിൽ ഒരു സ്ലിറ്റ് ഇടുകയാണ്, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാണ്. ഈ ഒരു പോർഷനിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സർഫസ്, ഈ രണ്ട് സൈഡ് സർഫസ് ഈ വർക്ക് പീസുമായിട്ട് റബ്ബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ഹാക്സോ ഒക്കെ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും, അതിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഹാക്സോയുടെ രണ്ട് സൈഡ് ഈ വർക്ക് പീസുമായിട്ട് കയറി റബ്ബ് ചെയ്ത് ജാം ആവാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്ലിറ്റിംഗ് സോയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ കട്ടിംഗ് എഡ്ജിൽ ഒരു ചെറിയൊരു ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കും. അതിന് പറയുന്നത് റിലീവ് ഓർ ഡിഷ് എന്നാണ് പറയുന്നത്. വെൻ ഇൻ യൂസ് സൈഡ്സ് ആർ ലീവ്ഡ് ഓർ ഡിഷ്ഡ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ ഒരു
ഇതാണ് ആ കട്ടിംഗ് പോർഷൻ. അവിടെ ഇങ്ങനെ അകത്തേക്ക് മാറി ഒരു അണ്ടർ കട്ട് പോലെ ഇങ്ങനെ കൊടുക്കും. സോ ഇങ്ങനെ അണ്ടർ കട്ട് പോലെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സർഫസ് റബ്ബ് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്ന ഈ സർഫസ് ഒരു അണ്ടർ കട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റബ്ബിങ് എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ പറ്റും. സോ അതാണ് രണ്ടാമത്തെ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. ഇൻ ഓർഡർ ടു പ്രിവെന്റ് the side of the saw from rubbing when it is in use, sides are relieved or dished. എന്നാണ് പറയുന്നത്. ആൻഡ് വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റിംഗ് സോ, ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത് 3 to 6 mm. ഇതുപോലുള്ള വാല്യൂസ് എല്ലാം ഒന്ന് ഓർത്തിരുന്നോണം കേട്ടോ. കാരണം ഇതവർ ഇങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ എസ്പെഷ്യലി ഈ നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതുപോലെ എടുത്ത് ചോദിക്കാറുണ്ട്. വാല്യൂസ് ഒന്നും വേരി ചെയ്യാതെ അതേ രീതിയിൽ എടുത്ത് ചോദിക്കാറുണ്ട്. അതൊന്ന് ഓർത്തിരുന്നോണം. സ്ലിറ്റിംഗ് സോയുടെ വാല്യൂ, തിക്നെസ് വാല്യൂ എന്ന് പറയുന്നത് 3 to 6 mm. നിങ്ങൾ വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ വാല്യൂ വേരിയേഷൻ വരാം. പക്ഷേ നമുക്ക് മിക്കവാറും എക്സാമിന് അവർ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് ഈ നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് നിമിയിലുള്ള ആ വാല്യൂ തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. സോ വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റിംഗ് സോ വേരി ചെയ്യുന്നത്, അതിന്റെ തിക്നെസ് ആണ് ഉദ്ദേശിക്കുന്നത് 3 to 6 mm ആണ്. 3 to 6 mm ആണ് അതിന്റെ തിക്നെസ് വരുന്നത്. അൺലെസ് എ സ്പെഷ്യൽ ഡ്രൈവിംഗ് ഫ്ലാഞ്ച് ഈസ് യൂസ്ഡ്, ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ടു കീ ടു ദ സോ ഓഫ് ദ ആർബർ. ഓക്കെ, ഇതിന്റെ തിക്നെസ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനകത്തൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഇതെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ബെൻഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്, തിക്നെസ് വളരെ കുറവായുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന ഫ്ലാഞ്ചസ്, ഇത് ഇവിടെ കാണാൻ പറ്റുന്നത്, ഇവിടെ ഫ്ലാഞ്ച് യൂസ് ചെയ്തിരിക്കുന്നത്. സോ സ്പെഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന ഫ്ലാഞ്ചസ് കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതർവൈസ് ഇറ്റ് വിൽ നോട്ട് യൂസ് ഡയറക്ട്ലി. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യത്തില്ല, സ്പെഷ്യൽ ഡ്രൈവിംഗ് ഫ്ലാഞ്ചസ് കൂടെ യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ ഇത് യൂസ് ചെയ്യത്തുള്ളൂ. A slitting saw is specified by outside diameter, bore diameter and thickness. ഇതിന്റെ നമ്മൾ ഇതിനെ സ്പെസിഫൈ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഡയമീറ്റർ, അതിന്റെ സെന്ററിലുള്ള ബോർ ഡയമീറ്റർ, അതിന്റെ തിക്നെസ്, ഇത് മൂന്നൂടെ വെച്ചിട്ടാണ് അതിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, സ്പെസിഫൈ ചെയ്യാന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് തന്നെ ഇപ്പൊ നമ്മൾ ഒരു റെപ്രസെന്റ് ചെയ്യുന്നത്, ഡെസിഗ്നേറ്റ് ചെയ്യുന്നതിനാണ് സ്പെസിഫൈ ചെയ്യാന്ന് പറഞ്ഞത്. ഔട്ട്സൈഡ് ഡയമീറ്ററും ബോർ ഡയമീറ്ററും തിക്നെസ്സും കാണും. അടുത്ത ടൈപ്പാണ് ഫോം മില്ലിംഗ് കട്ടർ. ഫോം മില്ലിംഗ് കട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേറ്റഡ് ഷേപ്പ് നമുക്ക് ഒരു വർക്ക് പീസിനകത്ത് വേണം. സോ അതിന്റെ റെപ്ലിക്ക അല്ലെങ്കിൽ മിറർ ഇമേജ് ആയിട്ടുള്ള ഷേപ്പിലുള്ള മില്ലിംഗ് കട്ടർ എടുക്കും. അതിനുശേഷം ആ മില്ലിംഗ് കട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഈ ഒരു ഷേപ്പിലുള്ള ഒരു വി ഷേപ്പിലുള്ള ഒരു സ്ലോട്ട് ആണ് എനിക്ക് വേണ്ടത്. സോ അന്നേരം നമ്മൾ എന്ത് ചെയ്യും, മില്ലിംഗ് കട്ടറിന്റെ ഷേപ്പ് ഇങ്ങനെ എടുക്കും അല്ലെ. മില്ലിംഗ് കട്ടറിന്റെ ഷേപ്പ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് വി ഷേപ്പ് കിട്ടും. സോ ഇത് ഞാൻ ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കേസ് പറഞ്ഞാൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കർവ്ഡ് സർഫസ് ആണെങ്കിൽ എന്ത് വേണം, ഇതേപോലുള്ള ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ഒരു മിറർ പോലെ വരുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന, ഇതിപ്പോ കോൺകേവ് ആണെങ്കിൽ കോൺവെക്സ് രീതിയിലുള്ള ഒരു മില്ലിംഗ് കട്ടർ യൂസ് ചെയ്യുക. അതിനെയാണ് ഫോം മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത്. ഫോം മില്ലിംഗ് കട്ടർ. ഓക്കെ, foam milling cutters have irregular profiles on the cutting edges in order to generate an irregular outline of the work. Okay, foam milling cutters have irregular profile. Normally ഉള്ള ഒരു പ്രൊഫൈൽ ആയിരിക്കത്തില്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ടൂത്തുകളൊന്നും ആയിരിക്കത്തില്ല അതിനകത്ത് വരുന്നത്. ഇറഗുലർ പ്രൊഫൈൽ ആയിരിക്കും ഓൺ ദ കട്ടിംഗ് എഡ്ജ് ഇൻ ഓർഡർ ടു ജനറേറ്റ് ആൻ ഇറഗുലർ ഔട്ട്ലൈൻ ഓഫ് ദ വർക്ക്. ഓക്കെ, വർക്കിനകത്ത് നമുക്ക് ആ ഇറഗുലർ ടൂളിലുള്ള അതിന്റെ ഒരു റെപ്ലിക്ക നമുക്ക് അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. നമ്മൾ കാസ്റ്റിംഗിലൊക്കെ പാറ്റേൺ ഒക്കെ യൂസ് ചെയ്യുന്നതിന്റെ കൂട്ട് തന്നെ. They are commonly solid, but someday may have inserted teeth. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് ഈ സോളിഡും ഇൻസർട്ടഡ് ടീത്തും ഉള്ളത്. കോമൺലി അത് സോളിഡ് ടീത്ത് ആയിരിക്കും, അതായത് ഡയറക്റ്റ് ആ നമ്മുടെ ഒരു സർക്കംഫറൻസിൽ തന്നെ ടൂത്ത് കട്ട് ചെയ്യുന്നതിനാണ് സോളിഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഒരു പീസിനകത്ത് നമുക്ക് ഏത് ഷേപ്പിലാണോ ടീത്ത് വേണ്ടത് ആ ഷേപ്പ് അവിടെ തന്നെ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നതാണ് സോളിഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇൻസർട്ടഡ് ടീത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അത് ഒരു ഇൻസർട്ടായിട്ട് എടുത്തിട്ട് ഇതിന്റെ ഈ സർഫസിലോട്ട് ഇൻസർട്ട് ചെയ്ത് വെക്കും. അത് ഇൻസർട്ട് ചെയ്ത് വെക്കും, നമുക്ക് ആവശ്യമുള്ളപ്പം റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് വിയർ ഔട്ട് ഒക്കെ ആവുന്ന സമയത്ത് റിമൂവ് ചെയ്യും. ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കുറെ നാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വിയർ ഔട്ട് ഒക്കെ ഉണ്ടാകുന്ന കേസിലാണെങ്കിൽ ഇൻസർട്ടഡ് ടൂത്ത് ആയിരിക്കും നല്ലത്. കാരണം ആ പോർഷൻ മാത്രം റിമൂവ് ചെയ്തിട്ട് അടുത്ത ഇൻസർട്ട് എടുത്തിട്ട് വെച്ചാൽ മതി. പക്ഷെ സോളിഡ് ആണെന്നുണ്ടെങ്കിൽ ടൂത്ത് വിയർ ഔട്ട് ആയി പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഗ്രൈൻഡ് ചെയ്ത് യൂസ് ചെയ്യാം, ഗ്രൈൻഡ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ആ കംപ്ലീറ്റ് ടൂൾ എന്ത് ചെയ്യേണ്ടി വരും, മാറ്റേണ്ടി വരും, എന്നിട്ട് പുതിയ ടൂൾ എടുക്കേണ്ടി വരും. പക്ഷെ ഇൻസർട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും. ദെൻ ഈ ഫോം മില്ലിംഗ് കട്ടറിനകത്ത് തന്നെ രണ്ടായിട്ട് നമ്മൾ ജനറലി ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഒന്ന് കോൺവെക്സ് മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത് ഇതാണ് കോൺവെക്സ് മില്ലിംഗ് കട്ടർ. ദ ടീത്ത് കർവ്ഡ് ഔട്ട്വേർഡ് ഓഫ് ദ സർക്കംഫറൻസിൽ നിന്ന് വെളിയിലേക്ക്. നമുക്ക് നോർമലി ഉള്ള സിലിണ്ട്രിക്കൽ സർഫസ് ഇങ്ങനെയാണെങ്കിൽ അതിന് വെളിയിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ടീത്ത് വരുന്നത്. സോ അതിനാണ് കോൺവെക്സ് മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത്. ടീത്ത് കർവ്ഡ് ഔട്ട്വേർഡ് ഓൺ ദ സർക്കംഫറൻസ്. ആ കോൺവെക്സ് ആയിട്ടുള്ള മില്ലിംഗ് കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്തായിരിക്കും, കോൺകേവ് ആയിരിക്കും അല്ലെ. കോൺകേവ് ആയിരിക്കും, അത് ഓർത്തിരുന്നോണം.
അത് അങ്ങനെ ചോദിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു കോൺവെക്സ് മില്ലിംഗ് കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഫൈലിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഓപ്ഷൻ കോൺവെക്സ് എന്ന് പറഞ്ഞ് കിടക്കും. കോൺവെക്സ് അല്ല, കോൺകേവ് ആയിരിക്കും കിട്ടുന്നത്. കോൺവെക്സ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്താൽ കോൺകേവ് കിട്ടത്തുള്ളൂ അല്ലെ. കോൺകേവ് സർഫസ് ആർ പ്രൊഡ്യൂസ്ഡ് യൂസിങ് ദിസ് കട്ടർ. ഇനി അതിന്റെ ഡയമീറ്ററിന്റെ റേഞ്ച് അത് ഓർത്തിരുന്നോണം. ഡയമീറ്റർ ഓഫ് ദ കട്ടർ റേഞ്ച് കോൺവെക്സ് ആണെങ്കിൽ എന്റെ കട്ടറിന്റെ ഡയമീറ്റർ, ഔട്ടർ ഡയമീറ്റർ ആണ് വരുന്നത്. ഡയമീറ്റർ റേഞ്ചസ് ഫ്രം 50 to 125 mm. 50 mm മുതൽ 125 mm വരെ അതിന്റെ ഡയമീറ്റർ വേരി ചെയ്യുന്നുണ്ട്. ആൻഡ് ദ റേഡിയസ് ഓഫ് ദ സെമി സർക്കിൾ റേഞ്ചസ് ഫ്രം 1.6 to 20 mm. റേഡിയസ് ഓഫ് ദ സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്യുന്നത് ഈ പ്രൊഫൈലിന്റെ അതിന്റെ റേഡിയസ് റേഞ്ച് ചെയ്യുന്നത് 1.6 mm മുതൽ 20 mm വരെ റേഡിയസ് ഉള്ള പ്രൊഫൈല് നമ്മൾ ഈ കോൺവെക്സ് മില്ലിംഗ് കട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാറുണ്ട്. ഇതേ ഈ പ്രൊഫൈലിന്റെ റേഡിയസ് തന്നെ ആയിരിക്കും ഈ ടൂത്തിന്റെ റേഡിയസ്. ഓക്കെ. ദെൻ കോൺകേവ് മില്ലിംഗ് കട്ടർ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്. ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് കോൺകേവ് മില്ലിംഗ് കട്ടർ. സർക്കംഫറൻസിൽ നിന്നും ഔട്ട്വേർഡ് അല്ല, ഇൻവേർഡ് അല്ലെ, ഉള്ളിലേക്ക് കട്ട് ചെയ്ത്. സോ കോൺകേവ് മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത് സർക്കംഫറൻസിൽ നിന്ന് ഇൻവേർഡ് ആയിട്ട് ട്യൂത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. സോ ഇൻവേർഡ് ആയിട്ട് ട്യൂത്ത് കട്ട് ചെയ്തിരിക്കുന്നതാണ് എന്ത്? നമുക്ക് കോൺകേവ് മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത്. സർക്കംഫറൻസ് ഇതാണ്, അതിനുള്ളിലേക്ക് കട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ അതിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. സോ കോൺകേവ് മില്ലിംഗ് കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഫൈല്, ആ വർക്ക് പീസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും കോൺവെക്സ് ആയിരിക്കും. കോൺവെക്സ് ആയിട്ടുള്ള സെമി സർക്കുലർ സർഫസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ കട്ടർ റേഞ്ചസ് ഫ്രം 56 to 110 mm ആണ് ഇതിന്റെ ഡയമീറ്റർ ചേഞ്ച് ചെയ്യുന്നത്. കട്ടറിന്റെ ഡയമീറ്റർ ചേഞ്ച് ചെയ്യുന്നത്. ആൻഡ് ദ റേഡിയസ് ഓഫ് ദ സെമി സർക്കിൾ, നമ്മൾ കട്ട് ചെയ്യുന്ന ആ പ്രൊഫൈലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1.5 to 20 mm. 1.5 to 20 mm ആണ് അതിന്റെ സർക്കിളിന്റെ റേഞ്ച്. സോ ഈ വാല്യൂസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പഠിച്ചോണം. കോൺവെക്സ് മില്ലിംഗ് കട്ടറിന്റെ 50 to 125 mm ആണ് അതിന്റെ ഔട്ടർ ഡയമീറ്റർ. ആൻഡ് 1.6 to 20 mm ആണ് അതിന്റെ സെമി സർക്കിൾ ചേഞ്ച്. ദെൻ കോൺകേവ് ആണെങ്കിൽ 56 to 110 mm ആണ്. ദെൻ 1.5 to 20 mm ആണ് സെമി സർക്കിളിന്റെ റേഞ്ച് എന്ന് പറയുന്നത്.